അങ്ങനെ ഞങ്ങൾ ഇജ്ജെന്താ ഓടിയത്? അല്ല എന്താ നിനക്ക് തീരെ തലയ്ക്ക് സുഖമില്ല എന്റെ പരികുട്ടിയെ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തുന്നത്? എടാ ചങ്ങായി അന്നെ അന്വേഷിച്ച് വന്നാണ് മൂപ്പര്. എന്നെ അന്വേഷിച്ച് വരും. എന്നെ അന്വേഷിച്ച് നടക്കലിന് ഒരു പണി എന്താണ്? അതെ, എന്നെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്ന പാർട്ടിയാണിത്. എന്താ ഓർക്ക് തലക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ ഒരു ഭ്രാന്ത് തന്നെയല്ലേ. ഓന് ഭ്രാന്താണ്. ഓന്റെ കയ്യിൽ ഒരു സഞ്ചില്ലേ? സഞ്ചിയല്ല, ബാഗ്. അന്നപ്പോ ബാഗ് ആക്കിയിട്ടുണ്ടാവും. മുമ്പ് സഞ്ചിയായിരുന്നു. അതിനകത്ത് ചുറ്റികയാണ്. ഈ ചുറ്റിക വെച്ചിട്ട് എന്റെ തലക്കടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കണ്. ഓനെന്താ റിപ്പറാ? റിപ്പറും കുപ്പറൊന്നും അല്ല എന്റെ പൊന്നി ചങ്ങായി. ഓനെ എന്റെ കൂടെ പണിക്ക് വന്നായിരുന്നാണ്. ഞാനൊരു ദിവസം ഒരു വീടിന്റെ മുകളിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോ പട്ടി കടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങാനോ എന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് ഈ ചുറ്റിക നേരെ വീണത് ഇവന്റെ മണ്ടക്കാണ്. അപ്പ കിളി പോയതാ. എന്നിട്ട് ഈ ചുറ്റികയും കൈ പിടിച്ചിട്ട് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുക. എന്താ ചെയ്യല്? ഏതൊക്കെയോ മാനസിക ആശുപത്രിയിലൊക്കെ കയറി ഇറങ്ങി നടന്നിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്ന ഒരു പുലിയില്ല. എങ്ങനെ ഒഴിവാക്കുക? എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന എന്താ കളിക്കാൻ നിൽക്കാണ്? നെജങ്ങോട്ട് വരില്ലട്ടോ. ഞാൻ വരില്ലല്ലോ. അയാളുടെ മുമ്പിൽ അറിയാൻ ചെന്ന് വിടുവോ? എന്നെ തെരഞ്ഞു വന്നതാണ്. പാകൾ ആരെ കിട്ടിയാലും കൂട്ടും. ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊരു കാര്യം അറിഞ്ഞോ? എടി അയാളില്ലേ അവിടെ ഇരിക്കണ ആള്, അയാൾക്ക് ഭ്രാന്താണ്. അപ്പൊ മാസൂട്ടിനടുത്ത് പോയിട്ടല്ലേ വരണേ? ഞാൻ അയാളുടെ അടുത്ത് പോയോ? അടച്ചോൻ കാത്ത് അങ്ങോട്ട് ചെല്ലണ്ട. അയാൾക്ക് പ്രാന്താണ്. വാസുട്ടിനെ കൊല്ലാൻ നടക്കണത്. ആ ബാഗില്ലേ അതിന്റെ ഓനെ കൊല്ലാനുള്ള ചുറ്റിനും കൊണ്ടാണ് നടക്കണെന്ന്. ഇതപ്പൊ പറഞ്ഞാണ്. എന്ത് എങ്ങനെ ഇപ്പൊ പറഞ്ഞു വിടും? വാസുട്ടേട്ടനില്ലാന്ന് പറഞ്ഞപ്പോ അയാൾ അവിടെ തന്നെ ഇരിക്കുവോ? ഇല്ല, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ ആള് പോവൂലോ. എന്ത് പറയാ, ഓരോ ആക്രമങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെന്തിനിപ്പോ ഇതൊക്കെ സഹിക്കണം? ഓരോ ഉരുമാലുണ്ടാക്കിട്ട് പറഞ്ഞ അയാള് കേക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് മൂപ്പിലങ്ങനെ പറഞ്ഞു വിട്. കണ്ടിട്ടൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എന്നോട് വെള്ളം ചോദിച്ചു, ഞാൻ വെള്ളം എടുക്കാൻ വന്നല്ലേ. അല്ല, ഭ്രാന്ത് കണ്ടാ മനസ്സിലാവൂല. അല്ല എന്നാലും എന്താ ഓരോ മനുഷ്യന്മാരെ സ്ഥിതി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനേ ഇജ്ജ് വെള്ളമൊന്നും കൊണ്ടിരണ്ട. ഇനി എന്തെങ്കിലും വെള്ളം കൊണ്ടിരുന്നായി. വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ലാന്ന് ദേഷ്യപ്പെട്ടാലോ? ഞാനൊന്ന് പോയി മയത്തിലാക്കട്ടെ, എന്നിട്ട് ചെന്നാ കേട്ടോ. എന്തിനടുത്തേക്ക് പോണ? അവിടെ നിന്നിട്ട് പറഞ്ഞാ പോരെ? ഇല്ല, ആളില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാ പോരെ? ആ, എന്താ സ്ഥിതിന്ന് പഠിച്ചോണ്ട് പോയി നോക്കട്ടെ. ഞാനും വരാം. എന്തൊക്കെയാണ് ഇവിടെ? എന്താ നോക്കണേ? എന്താ നോക്കണേ ചോദിക്കാ? പകുതി ഓടും പകുതി ടെറസും ആണല്ലേ? അതെ, പഴയ പണിയായതുകൊണ്ടേ ഇങ്ങനെ കൊണ്ടേക്കണം. ഈ ടെറസിലൊന്നും എന്റെ ഹൂക്കൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. എന്തിനാ? അതെ, ഈ കൊച്ചു കുട്ടിയൊക്കെ ഈ തൊട്ടിലൊക്കെ കേട്ടാ മനസ്സിലായില്ല. പിന്നെ ബുദ്ധിമുട്ടൊക്കെ തറയെ കിടത്തേണ്ടി വരും. അത് നമ്മളെ തെറ്റാണ്. നമ്മളിവിടെ പണി ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ കൂടെ നിൽക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം. അവരങ്ങനെ ചെയ്യില്ല. അവരെങ്ങനെയെങ്കിലും പണി നിർത്തി പോകാനേ നോക്കത്തുള്ളൂ. പറഞ്ഞിരിക്കണം. അല്ല പറഞ്ഞു ഇരുന്നോളെ. അല്ല പറഞ്ഞോ ഇരിക്കണം. അതെ, കാണുന്ന ഓട് കണ്ട ആ ഓടിന്റെ പട്ടിയിൽ തലയിൽ വീഴുന്ന തലയ്ക്ക് പ്രശ്നമാണ്. ഞാൻ അനുഭവസ്ഥനാണെന്ന്. ഇത് ദേഹത്ത് വീഴാച്ചാലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തലയിൽ വീണ അതേമാതിരി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇടങ്ങറാണ്. അല്ല, ഞാൻ നിൽക്കുമ്പോ പിന്നെ ഞാനും നിൽക്കാം. അല്ല, നിങ്ങൾ ഇരുന്നോളി. അല്ല, നിങ്ങൾ ഇരുന്നോളി. വാസുട്ടി ഇപ്പൊ വരുമല്ലേ? വരില്ല, അതാണ് ഒരു കൊല്ലേണ്ട ജാതി കൊതുകെ. അതെ, ഞാനൊരു ആശാരിയായോണ്ട് പറയണല്ല, ഇച്ചിരി കുറവുണ്ട്. എനിക്കിപ്പോ എന്ത് കുറവുണ്ട്? അത് ഈ ഓടായത് കൊണ്ടേ ചൂടിന് അല്പം കുറവുണ്ട്. പക്ഷെ ഇന്നലെ ഓട് കിട്ടാൻ പാടാണ് ഇപ്പൊ, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ആശാരി ആയതുകൊണ്ട് പറയണതല്ല, എന്നാലും ശ്രദ്ധിച്ച് കേട്ടോളാം. ഈ ഓട് മാറ്റി ടെറസാക്കണം.
അതെ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് നാളെ തന്നെ ആക്കാം. നാളെ തന്നെ ആക്കാം. നാളെ അല്ലേ? അതങ്ങനെ നാളെ ആക്കാൻ പറ്റും? നാളെ ആക്കാൻ പറ്റും. അതിനെ കളിയാക്കാൻ പോലെ അല്ല, എന്നാ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നമുക്ക്. മനുഷ്യ ഇതൊക്കെ സമയം കാലം സന്ദർഭമുണ്ട്, മനസ്സിലായില്ലേ? തട്ടടിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. വെള്ളം കുടിച്ചോളി. വെള്ളം കൊടുത്തില്ല എനിക്ക് വേണ്ട, കുഴപ്പമില്ല. ഓ ചെറിയൊരു ആശ്വാസം. വാസുട്ടി ഇപ്പൊ വരൂല്ലേ? വാസുട്ടി ഇപ്പൊ വരൂല, അതാണ്. വാസുട്ടി ഇങ്ങനെ എപ്പോഴും വരില്ല. മുപ്പരെന്ന് വെച്ചാൽ അവര് പോക്കാണ്ട് പോയാൽ പിന്നെ പെട്ടെന്ന് വരില്ല. അത് എനിക്ക് വാസുട്ടി കണ്ടേ പറ്റുള്ളൂ. അല്ല എനിക്ക് വാസുട്ടി ഒരു കണക്ക് തീർക്കണം, അതൊന്ന് കണ്ടിട്ടേ പോകും. അത് ചിലപ്പോ ഒരാഴ്ചക്ക് കഴിയൂ വരാൻ. ഒരാഴ്ച കഴിയൂ വരാൻ. ഒരാഴ്ചയൊക്കെ ചിലപ്പോ അതിലും കൂടുതലാവേ. പണിക്ക് പോയാൽ പിന്നെ എപ്പോഴാ ഈ പായം വരാന്ന് അറിയില്ല. ഞാൻ തന്നെ കണ്ടിട്ട് 3-4 ദിവസമായി ഇപ്പോ. ആണല്ലേ? അപ്പൊ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല, അതാണിപ്പോ. ഇവിടെ റൂമൊന്നുമില്ല. ഏത് അടച്ചുകൂട്ടിട്ടേക്കാ? ഞങ്ങളിവിടെ കിടക്കുന്ന ഒരു റൂം തന്നെ താമസിക്കുമെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കിടക്കാം. എന്തിന്? അല്ല എന്തായാലും വാസുട്ടിയെ കണ്ടിട്ടേ പോകുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വാസുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, കണ്ടിട്ടേ ഞാൻ പോവും. ഞങ്ങൾ ഇവിടെ ഒക്കെ കിടക്കുക പറഞ്ഞാൽ നമുക്കൊരു ഇടങ്ങറാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു റൂമുള്ളൂ ഇവിടെ, അവിടെ ഞങ്ങൾ കിടക്കുകയാണല്ലോ. അല്ല വേറൊരു ഫോൺ നമ്പർ തന്നോളി. അപ്പൊ വാസുട്ടി വന്നോണ്ട് ഞങ്ങൾക്ക് വിളിച്ചു പറയാലോ, വാസുട്ടി വന്ന് നിങ്ങൾ പോന്നോളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാലോ. അയ്യോ, ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അതല്ലേ സംഭവം. ഫോൺ ഉപയോഗിക്കാറില്ല ഞാൻ. അതൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാറില്ല. അതല്ലേ നേരിട്ട് വന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കണക്ക് ഞാൻ ഇട്ടേക്കണ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് കണക്കെന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ തീർക്കണം. അതുകൊണ്ട് ഞാൻ വാസുട്ടിയെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകും, അത് നിർബന്ധമാണ്. വാസുട്ടിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ വാസുട്ടി ശരിക്കും ഇപ്പൊ അവൻ പറഞ്ഞ് കേട്ടോടത്തോളം ഒരു 2 ആഴ്ചത്തേക്ക് വരില്ല. അത് ആര് പറഞ്ഞു? പോകുമ്പോ പറഞ്ഞു. ഈ പണിക്ക് പോകുമ്പോ ചില സമയത്ത് കുറെ വൈകുമ്പോ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോ പെട്ടെന്ന് വരില്ല എന്നുള്ളൊരു ഇത് നമുക്ക് അറിയാലോ. വാസുട്ടിയെ കണ്ടേ പറ്റൂ. പക്ഷെ നിങ്ങൾ സഹായിക്കണം.